ഇന്ന് ആക്കാൻ പോകുന്ന റെസിപ്പി മലബാർ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണിയാണ്. നമുക്ക് കട്ടിംഗ് പരിപാടി ഒന്ന് ആദ്യം തീർത്ത് വയ്ക്കാം. ഞാൻ 6 സവാള എടുത്തേക്കുന്നത്. ഒരു 3-3.5 സവാള ഫ്രൈ ചെയ്യാനും പിന്നെ ഒരു 1.5 സവാള നമുക്ക് ചിക്കൻ്റെ ബിരിയാണി മസാല ഉണ്ടാക്കണം. പിന്നെ ഒരു പകുതി സവാള നെയ്ച്ചോറ് ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മുടെ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ തക്കാളിയും മല്ലി പുതിന ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഒരു വലിയ സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. ഇത് മല്ലിയും പുതിനയും കൂടി ഒരുമിച്ചാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഒരുമിച്ച് നമുക്കൊന്ന് ഇത് ചോപ്പ് ചെയ്യാം. ഒത്തിരി ഫൈൻ ആവരുത്, ഒരു റഫ് ചോപ്പ് മതി. മല്ലിയില കുറച്ചിട്ട് പുതിനയില കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ നമ്മളുടെ കട്ടിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാചകത്തോട് നമുക്ക് കിടക്കാം. ഒരു ബ്ലെൻഡർ ജാറിനകത്ത് ഒരു 5 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചത്, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചാണ് പച്ചമുളക്. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് നമ്മളുടെ കൈമാരി ഒന്ന് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് വയ്ക്കാം. ശരിക്കും ഇതിനെ കുതിർത്ത് വയ്ക്കാണെന്നാണ് പറയാറ്. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാറ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓണിയൻസ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇപ്പോൾ സവാള കൂടുതലാണെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യുന്ന നിർബന്ധമൊന്നുമല്ല. നമുക്ക് 2 ബാച്ചായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. നമ്മളുടെ സവാള പകുതി ഫ്രൈ ആയിട്ടുണ്ട്. പകുതി ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഈ സാധനം താഴത്തിരുന്ന സാധനം ഇങ്ങനെ മേലിൽ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു പകുതി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, എപ്പോഴും ഇത് ഫുള്ളായിട്ട് ബ്രൗൺ ആയി നിൽക്കരുത്. കാരണം ഫുൾ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കോരി ഇടുമല്ലോ, ആ സമയത്തും ഇത് കുറച്ചും കൂടി കളർ മാറും. നമുക്കൊരു 90% ഫ്രൈ ആവുമല്ലോ, ആ സമയത്ത് തന്നെ ഇതൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ഒരു 10% നല്ല ഒരു ഗോൾഡൻ കളർ ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് സൈഡിൽ സ്റ്റെയിൻ ചെയ്ത് വയ്ക്കുമല്ലോ, അതിനകത്ത് തന്നെ ഈ കളർ ഇതിനെ കിട്ടിക്കോളും. സവാള കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ കാണുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. ഇങ്ങനെ ഒരു അരിപ്പയ്ക്കകത്ത് ഇടുവാണെങ്കിൽ ബാക്കിയുള്ള ഓയിൽ ഇങ്ങനെ ഡ്രിപ്പായി ഇതിനകത്ത് വീഴുന്നോളും. നമുക്ക് ഓയിലില്ലാണ്ട് നമ്മളുടെ ഓണിയൻസ് കിട്ടുകയും ചെയ്യും. കണ്ട കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമ്മളുടെ ഓണിയൻസ് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സെയിം എണ്ണക്കകത്ത് തന്നെ നമുക്ക് കാഷ്നട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഈ കാഷ്നട്ട് ലേശായിട്ട് ബ്രൗൺ ആയി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മളുടെ കിസ്മിസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 കൂടി ഒരുമിച്ച് നമുക്ക് കോരി മാറ്റാം. നമ്മളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊന്ന് ചെമ്പിലോട്ട് ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ലേശം നെയ്യ്, പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണം. ഒത്തിരി ബ്രൗൺ ആവുന്ന നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഓണിയൻ ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇതൊന്ന് ജസ്റ്റ് സോത്തെ ചെയ്യാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് പോകണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് തക്കാളി ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിതിനകത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു തക്കാളി മാത്രം എടുത്തിട്ടുണ്ട്. തക്കാളി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വരണം. തക്കാളി ജസ്റ്റ് ഇങ്ങനെ ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബിരിയാണി കട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബിരിയാണി കട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് സീർ ചെയ്ത് കുക്ക് ചെയ്യാം. ഈ സീർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് സീർ ചെയ്ത് കൊടുക്കാൻ. ചിക്കൻ ഒന്ന് സീറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പുതിനയും മല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമുള്ള തൈര് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിയിലായിട്ട് ഫ്രഷായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ പൊടികളുടെ ആവശ്യമൊന്നുമില്ല. ശരിക്കും ഒത്തൻറ്റിക് മലബാർ ബിരിയാണിക്കകത്ത് വേറെ പൊടികളൊന്നും ചേർക്കാറില്ല. ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓണിയൻസ് ഒന്ന് മാറ്റി വയ്ക്കണം, കാരണം ഗാർണിഷിന് വേണ്ടി. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. അടച്ച് വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വിടണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ചിക്കൻ ചിലപ്പോൾ അടുക്കി പിടിച്ചെന്നിരിക്കും. ഏകദേശം ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യുവാണ്. അത്യാവശ്യം ചിക്കൻ എന്നൊക്കെ വെള്ളം ഇറങ്ങി നമ്മളെ ചിക്കന് ഒരു 90% വെന്തിട്ടുണ്ട്. വലിയ പീസ് ആയതുകൊണ്ട് കുറച്ചും കൂടി താമസമാണ് വേകാൻ. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ബാക്കി ദം ചെയ്യുമല്ലോ, ആ സമയത്ത് ഇതൊന്ന് ബാലൻസും ഒന്ന് വെന്ന് സെറ്റപ്പ് ആവും. നെയ്ച്ചോറ് ഉണ്ടാക്കാനായി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഹോൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് സ്ലൈസ് ചെയ്ത സവോള പകുതി മതിയായിരിക്കും. സവോള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മളിതിൽ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കുതിർത്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചിലപ്പോൾ അടുക്കി പിടിക്കും, അതുകൊണ്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം. അരി ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. സാധാരണ ക്വാണ്ടിറ്റി കൂടുന്നതോറും നമുക്ക് വെള്ളം കുറയ്ക്കാം. ഒരു 2 കിലോ 3 കിലോ ചിലപ്പോൾ ഒരു 5 കിലോ 10 കിലോ അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതിയായിരിക്കും. നമുക്കിതിൻ്റെ ആവശ്യത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ റൈസും വെള്ളമൊക്കെ ഏകദേശം ഒരേ ലെവലിൽ വരണം. ഇങ്ങനെ ബബിൾസൊക്കെ ഇങ്ങനെ മേലിൽ വരണ്ടല്ലോ. ഈ സമയത്ത് നമുക്ക് ദം ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് ഏകദേശം ഒരു 12 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടി ഒരു പഴയ ദോശയുടെ തവ അതിൻ്റെ മേലിൽ കയറ്റി വെച്ചിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ പഴയ ദോശ തവ വെച്ച് ദം ചെയ്യാൻ പോവാണ്. ഏകദേശം ഒരു 12 മിനിറ്റാണ് ഞാൻ ദം ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഒരു വെയിറ്റും കൂടി വയ്ക്കാം, കുറച്ചും കൂടി ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി. ഒരു ബൗൾ നിറച്ച് വെള്ളം കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ദം ചെയ്യുമ്പോഴത്തേക്ക് തീ വളരെ കുറവായിട്ട് വേണം നമുക്ക് ദം ചെയ്യാൻ. 12 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഈ തുറക്കാൻ പോകുന്നത് നമ്മളെ ദമ്മ്. പിന്നെ ദമ്മ് പൊട്ടിച്ചതിന് ശേഷം നമ്മളെ കറണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ പുറം ഭാഗം ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കണം അതിനകത്ത് എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടോ എന്ന്. നമ്മുടെ നെയ്ച്ചോറ് പെർഫെക്റ്റ് ആയിട്ട് ദമ്മായി വന്നിട്ടുണ്ട്. കണ്ട, വെള്ളമൊന്നും ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബിരിയാണി ഒന്ന് ദം ചെയ്യാം. ഇപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വാം ചെയ്ത് എടുക്കാം. ഒത്തിരി ചൂടാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാമായാൽ മതി. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ നെയ്ച്ചോറിനകത്തിട്ട് ദം ചെയ്യാം. നമുക്ക് ലെയർ ചെയ്യുവാണ്. എല്ലാ സൈഡും ഈവനായിട്ട് റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. റൈസ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ദോശ തവ വെച്ചിട്ട് നമ്മളുടെ ബിരിയാണിയുടെ ചെമ്പ് മേലിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് മല്ലിയും പുതിനയും ചോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത ഓണിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കളർ കണ്ട അടിപൊളിയല്ലേ. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് നെയ്യ് ഫ്ലേവറിന്. ലാസ്റ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു വെള്ളം കൂടി നമുക്ക് വേണമെങ്കിൽ ഒരു കപ്പ് കാത്ത് മേലിൽ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നമ്മളുടെ ദമ്മ് പൊട്ടിക്കാറായിട്ടുണ്ട്. തവ ഓഫ് ചെയ്യാം, എടുത്ത് മാറ്റാം, നമുക്ക് തുറക്കാം. ആഹാ, കണ്ടില്ലേ നമ്മളുടെ മലബാർ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി. ഇപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആഹാ, അടിപൊളി സ്മെല്ല്. പരിപാടി കഴിഞ്ഞു. നമ്മളുടെ മലബാർ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി റെഡിയാണ്. ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞത് തന്നെയാണ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.